ഇന്ത്യയുടെ തീരപ്രദേശങ്ങളിൽ കൃത്രിമ പാരുകൾ ആർട്ടിഫിഷ്യൽ റീഫ് ഒരുങ്ങുകയാണ്. നിങ്ങൾക്കറിയാമോ കൃത്രിമ പാര് എന്താണെന്ന്? നമുക്ക് നോക്കാം. മത്സ്യസമ്പത്തിന്റെ വർധന ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി മത്സ്യസമ്പത്ത് യോജനയുടെ കീഴിൽ സെൻട്രൽ മെറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇത്തരത്തിൽ സമുദ്രജീവി വർഗ്ഗങ്ങൾക്കായി കൃത്രിമ ആവാസ വ്യവസ്ഥകൾ നിർമ്മിക്കുന്നത്. പദ്ധതി പ്രകാരം രാജ്യത്തെ 3477 കടലോര ഗ്രാമങ്ങളിൽ കൃത്രിമ റീഫുകൾ സ്ഥാപിക്കും. കേരളത്തിൽ 150 സമുദ്ര മത്സ്യ ഗ്രാമങ്ങളിൽ കൂടി പദ്ധതി വരുന്നു. കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് കൃത്രിമ പാരുകൾ നിക്ഷേപിക്കാനാണ് ലക്ഷ്യം. 2 ഘട്ടങ്ങളിലായി യഥാക്രമം 29.76 കോടിയും 25.82 കോടിയും വിനിയോഗിച്ച് നടപ്പാക്കാനുള്ള പദ്ധതിയുടെ DPR കേന്ദ്രാനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ്. സമുദ്രത്തിലെ ഭക്ഷ്യക്കണി ശൃംഖലയുടെ അടിത്തറയായ പാറുകളിൽ പായലും സസ്യങ്ങളും പവിഴപ്പുറ്റുകളും വളരുന്നതിനാൽ മീനുകൾക്ക് യഥേഷ്ടം താങ്ങാനുള്ള ആവാസ വ്യവസ്ഥ രൂപപ്പെടുന്നു. ഇത് മത്സ്യസമ്പത്തിന്റെ ലഭ്യതയ്ക്കും കാരണമാകുന്നു. തിരുവനന്തപുരത്ത് 42 മത്സ്യഗ്രാമങ്ങളിൽ കേന്ദ്രീകരിച്ച് ഫെബ്രുവരിയിൽ നിക്ഷേപിച്ച പാരുകൾ വിജയകരമായതോടെയാണ് പദ്ധതി വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചത്. കൃത്രിമ പാരിലൂടെ തൊഴിലാളികൾക്ക് കിട്ടുന്ന മത്സ്യ അളവിലും വർധനയുള്ളതായി കണ്ടെത്തി. കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, അമിത മത്സ്യബന്ധനം എന്നിവയാൽ കടലിൽ മത്സ്യസമ്പത്തിന് ശോഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് പവിഴപ്പുറ്റുകളുടെ പരിസ്ഥിതിയെ അനുകരിക്കും വിധം രൂപകൽപ്പന ചെയ്തിട്ടുള്ള കൃത്രിമ പാരുകൾ നിക്ഷേപിക്കുന്നത്. സബ്സ്ക്രൈബ് ഫോർ മോർ.